ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോമെൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് വൺ ബ്രാഞ്ച്, അതായത് ഒരു ശാഖയുള്ള ആൽക്കീനുകളുടെ നാമകരണത്തെ പറ്റിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നമ്മൾ ജസ്റ്റ് റൂൾസ് മാത്രം ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അപ്പം വീഡിയോ ഒത്തിരി ലാഗായതുകൊണ്ട് ഞാനതിൻ്റെ എക്സാമ്പിൾസ് എൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ്. അങ്ങനെ ഓരോ ടൈപ്പ് ആൽക്കൈനുകളുടെ, ആൽക്കൈൻസിൻ്റെ ഒക്കെ നോമെൻക്ലേച്ചറിൽ നമ്മൾ ഇതേപോലൊരു 10 എക്സാമ്പിൾസ് വെച്ച് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് വൺ ബ്രാഞ്ച് മാത്രമുള്ള ആൽക്കൈൻ, അതായത് ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ശേഷം നമ്മൾ അവിടെ അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് കൂടി പറഞ്ഞിരുന്നു. നമ്മൾ റൂൾസ് വേണ്ടവർ, ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വരിക. നമുക്ക് അവിടെ പറഞ്ഞ റൂളെന്ന് പറയുന്നത്, ഒരു വൺ ബ്രാഞ്ച്ഡ് ആൽക്കെയിൻ തന്നാൽ അതിന് പേര് കൊടുക്കാൻ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, അതായത് ശാഖയുടെ സ്ഥാനസംഖ്യ വേണം ആദ്യം കണ്ടെത്താൻ. അതിൻ്റെ റൂൾസൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, അതിനുശേഷം ഇതിലേക്ക് വരിക. നമ്മൾ അതിൻ്റെ ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതുക. ഇവിടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് എപ്പോഴും അതിൻ്റെ റൂൾസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എപ്പോഴും ഒരു നമ്പറിനും അതേപോലെ തന്നെ ആൽഫബറ്റ്, അക്കത്തിനും അക്ഷരങ്ങൾക്കും ഇടയിൽ ഒരു ഹൈഫൻ നിർബന്ധമാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ശാഖയുടെ സ്ഥാനസംഖ്യ, അതിനുശേഷം ഒരു ഹൈഫൻ കൊടുക്കുക, ശേഷം ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്, അതായത് ശാഖയിൽ വരുന്ന ആ ഒരു ഗ്രൂപ്പ് ഏതാണോ അതിൻ്റെ പേര്, അതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്, ശേഷം ആ മെയിൻ ചെയിനനുസരിച്ചുള്ള പദമൂലം അഥവാ വേർഡ് റൂട്ട്, പ്ലസ് സഫിക്സ്. ഇവിടെ നമ്മൾ ആൽക്കീനിൻ്റെ എന്ന് പ്രത്യേകം പറയുന്ന സ്ഥിതിക്ക് ഇവിടെ സഫിക്സ് എയിൻ മാത്രമേ വരികയുള്ളൂ. അതെപ്പോഴും പെർമനൻ്റ് ആൽക്കീനുകളുടെ കേസിൽ സഫിക്സ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസിലേക്ക് വരാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, CH3, CH ബ്രാഞ്ച് CH3, ദെൻ സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. അതായത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ സിംഗിൾ ബോണ്ട് ആൽക്കൈനാണ്. തന്നെയല്ല, നമ്മൾ ആൽക്കൈൻസിൻ്റെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, എങ്ങനെയൊക്കെ നോക്കിയാലും ബ്രാഞ്ച് കൂടി ഉൾപ്പെടുത്തി ചെയിൻ എടുത്താലും എങ്ങനെ എടുത്താലും ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ വരുന്നത് വേണം മെയിൻ ചെയിനായിട്ട് കൺസിഡർ ചെയ്യാൻ. ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയിൻ എടുക്കാം കേട്ടോ. നമുക്കിതാ ഇങ്ങനെ നീണ്ടൊരു ചെയിൻ എടുത്താൽ അവിടെ 1, 2, 3, 4 4 കാർബൺ ആറ്റംസ് വരും. മറിച്ചിതാ ഇങ്ങനെ ചെയിൻ എടുത്താലും 1, 2, 3, 4 കാർബൺ ആറ്റം വരും. അപ്പോൾ പിന്നെ നമ്മൾ വളഞ്ഞ് ചുറ്റിപ്പോവേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇത് തന്നെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ കണ്ടെത്തുക എന്നുള്ള, ശാഖയുടെ സ്ഥാനസംഖ്യയാണ് ആദ്യം ഇവിടെ നെയിമിങ്ങിൽ എഴുതി വയ്ക്കേണ്ടത്. അപ്പം നമ്മൾ പൊസിഷൻ നമ്പർ കണ്ടെത്താനായിട്ട് ഈ ഒരു മെയിൻ ചെയിനിൽ ഇരുവശത്തു നിന്നും കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണേ. ഓക്കെ, ഇനി ശാഖയുടെ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ കണ്ടെത്താൻ, ശാഖയുടെ സ്ഥാനസംഖ്യ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ ചെയിനിൽ ഏത് കാർബണിനോട് കൂടിയാണോ ഈ ബ്രാഞ്ച് വരുന്നത്, ആ കാർബണിന് ലഭിച്ചിരിക്കുന്ന ലീസ്റ്റ് നമ്പർ വേണം, ചെറിയ നമ്പർ വേണം നമ്മൾ ശാഖയുടെ സ്ഥാനസംഖ്യ അഥവാ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്. ലീസ്റ്റ് നമ്പർ ഈസ് 2. ദെൻ നമ്മൾ അത് സ്ഥാനസംഖ്യയായിട്ട് എഴുതുന്നു 2. പിന്നീട് നമ്മൾ റൂളിൽ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഹൈഫനാണ്. അതായത് ഏതൊരു നമ്പർ കൊടുത്തതിന് ശേഷവും പിന്നത്തെ പേര് വരുന്നതിന് മുമ്പ്
നമ്മളതിനൊരു ഹൈഫൻ നിർബന്ധമായിട്ട് കൊടുക്കണം. ഓക്കെ, ഹൈഫൻ. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബ്രാഞ്ചിൽ വരുന്നതിന്, അതായത് ബ്രാഞ്ചിൽ ഏത് ഗ്രൂപ്പാണോ വരുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുന്നത് നമ്മളവിടെ പഠിച്ചിരുന്നു. അതായത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടോ ആ കാർബൺ ആറ്റംസിൻ്റെ ആ ഒരു വേർഡ് റൂട്ട് പ്ലസ് ഐൽ. ഇവിടെ ഒരു കാർബൺ ആറ്റം വന്നു, സോ CH3. ഇവിടെ ഇപ്പം അത്രയ്ക്കൊന്നും നമ്മൾ പോവണ്ട. ഇവിടെ മാക്സിമം വരുന്നത് CH3 അല്ലെങ്കിൽ CH2CH3. ഇത് രണ്ടുമാണ് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് ഇവിടെ പൊതുവേ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം നമ്മൾ അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. മീഥൈൽ, CH3 ബ്രാഞ്ചിൽ വന്നാൽ മീഥൈൽ, CH2CH3 വന്നാൽ ഈഥൈൽ. മീഥൈലും ഈഥൈലും ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പോയാലും ചോദിക്കാൻ ചാൻസ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ബ്രാഞ്ചിൽ വന്നിരിക്കുന്നത് CH3 ഗ്രൂപ്പാണ്. സോ മീഥൈൽ. ഇനി ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, മുൻപൊക്കെ പഴയ ടെക്സ്റ്റുകളിലൊക്കെ പൊതുവേ നമ്മളിതിനകത്ത് സ്മോൾ ലെറ്റേഴ്സ് ആയിരുന്നു ഫുള്ള് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളതങ്ങ് ഫോളോ ചെയ്യുക. ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണിത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഇത് തുടങ്ങിക്കോളുക. മുമ്പ് പക്ഷെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് മതിയിൽ നിന്നായിരുന്നു ടെക്സ്റ്റുകളിലൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ടെക്സ്റ്റ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എഴുതിക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തേക്കുന്നത്, ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, 2 മീഥൈൽ. ഇനി അടുത്തതെന്ന് വെച്ചാൽ അപ്പം പൊസിഷൻ നമ്പർ കൊടുത്തു, ഹൈഫൻ ഇട്ടു, ശേഷം ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരെഴുതി. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ആ ഒരു മെയിൻ ചെയിനെയാണ്. ആ ചെയിനിൻ്റെ വേർഡ് റൂട്ട് അഥവാ പദമൂലം. വേർഡ് റൂട്ട് അഥവാ പദമൂലം നമുക്കറിയാം, കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പേരാണ് വേർഡ് റൂട്ട് അഥവാ പദമൂലം. ഇവിടെ 4 കാർബൺ ആറ്റംസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ബ്യൂട്ടാണെന്നല്ലേ, ബ്യൂട്ട്. ദെൻ എൻഡിൽ ചേർക്കേണ്ടത് ആൽക്കൈൻ ആയതുകൊണ്ട് അതിൻ്റെ സഫിക്സ് അഥവാ പിൻപ്രത്യയം എന്ന് പറയുന്നത് എയിൻ വരും. സോ കോമ്പൗണ്ടിൻ്റെ നെയിം വരുന്നത് 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ പേര്. ഈ സമയം കളയാൻ നമ്മൾ സെക്കൻഡ് കോമ്പൗണ്ടിലേക്ക് വരാം. CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട് CH, ദെൻ ബ്രാഞ്ച് CH3, ദെൻ CH2CH3. ഇതിൽ നമ്മൾ നോക്കുന്നു ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഇങ്ങനെ നോക്കിയാൽ 5 എണ്ണം ഉണ്ട്, ഇങ്ങനെ നോക്കിയാൽ 4 എണ്ണം, ഇത് വെച്ചിട്ട് നോക്കിയാലും 4 എണ്ണം. സോ നമ്മൾ 5 കാർബൺ ഉള്ള ആ ഒരു ലോങ്ങസ്റ്റ് ചെയിൻ തന്നെ ഇവിടെ മെയിൻ ചെയിനായിട്ട്, പ്രധാന ചെയിനായിട്ട് പരിഗണിക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ കൊടുക്കുന്നു ഇരുവശത്ത് നിന്നും. കാരണം പൊസിഷൻ ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചാണ്, ശാഖയുടെ സ്ഥാനസംഖ്യ. അതിനുവേണ്ടി ഇരുവശത്തു നിന്നും മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്മൾ നമ്പർ കൊടുക്കുകയാണ്. ഈ ഇരുവശത്തു നിന്നും നമ്പർ കൊടുക്കാനുള്ള റീസൺ, അതായത് ലീസ്റ്റ് നമ്പർ വേണം, ബ്രാഞ്ചിന് ലീസ്റ്റ് നമ്പർ വരുന്നത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് നോക്കുന്നു, CH3 ആണ് ബ്രാഞ്ച്, അതായത് മെയിൻ ചെയിനിന് പുറത്ത് നിൽക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ബ്രാഞ്ച് അഥവാ ശാഖ. ഇവിടെ നോക്കുമ്പം ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് രണ്ടും സെയിം നമ്പറാണ്, 3 ആണ് വരുന്നത്. അവിടെ നമുക്ക് ലീസ്റ്റും മോസ്റ്റും ഒന്നും നോക്കാനില്ല. സോ നമ്മൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ നമ്പർ എഴുതുവാണ്, 3. ദെൻ ഹൈഫൻ. ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതിയ ഉടനെ ഹൈഫൻ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹൈഫൻ വരുന്നു, 3 ഹൈഫൻ. ദെൻ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നെയിം എന്ന് പറയുന്നത് CH3. നമ്മൾ ഓൾറെഡി പറഞ്ഞു, CH3 വന്നാൽ മീഥൈൽ, CH2CH3 വന്നാൽ ഈഥൈൽ. സോ നമ്മൾ മീഥൈൽ എഴുതുന്നു, മീഥൈൽ. ദെൻ നമ്മൾ മെയിൻ ചെയിൻ നോക്കുന്നു. മെയിൻ ചെയിനിൽ ടോട്ടൽ 5 കാർബൺ. 5 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെൻഡ്. സോ നമ്മൾ പെൻഡ് എഴുതി. ആൽക്കീൻ ആയതുകൊണ്ട് അതിൻ്റെ സഫിക്സ് അഥവാ പിൻപ്രത്യയം എയിൻ വരും. സോ ദ കോമ്പൗണ്ട് നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഈസ് 3 മീഥൈൽ പെൻഡെയ്ൻ. 3 മീഥൈൽ
പെൻറ്റെയ്ൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തേർഡ് എക്സാമ്പിൾ നോക്കാവേ. ഇവിടെ CH3, CH എന്ന് ബ്രാഞ്ച് CH2CH3 വന്നു. ദെൻ CH2 CH2 CH3. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ബ്രാഞ്ച് കാണുമ്പോൾ നമ്മളത് ഓർക്കും, ഇതാണ് ഇവിടുത്തെ ആൽക്കിൽ ഗ്രൂപ്പ് എന്ന്. പക്ഷേ നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പോഴാണോ അത് ആൽക്കിൽ ഗ്രൂപ്പായിട്ട് എടുത്താൽ ഇവിടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ വരുമോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്നതാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് പരിഗണിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ 1 2 എപ്പോഴും നമുക്കൊരു ടെൻഡൻസി കാണും നേരെ കിടക്കുന്നത് മെയിൻ ചെയിനായിട്ട് എടുക്കാൻ. ഒരിക്കലും അങ്ങനെ ശ്രദ്ധിക്കരുത്. അത് മെയിൻ ചെയിനായിട്ട് എടുത്താൽ ഏറ്റവും കൂടുതൽ കാർബൺ വരുന്ന ചെയിൻ കിട്ടുമോ എന്ന് നോക്കണം. നമുക്കത് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 കാർബൺ. അതേസമയം ഇതൂടെ പരിഗണിച്ചുള്ള ഒരു ചെയിൻ, അതായത് ഇങ്ങനൊരു ചെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അവിടെ കണ്ടോ 1 2 3 4 5 6 5 കാർബൺ ഉള്ളതാണോ 6 കാർബൺ ഉള്ളതാണോ ലോങ്ങസ്റ്റ് ചെയിൻ? അപ്പോൾ 6 കാർബൺ ഉള്ളത്. അപ്പം നമ്മൾ ഈ ചെയിനിൽ ഇതേപോലെ നമ്പറിങ് ചെയ്യണം ഇരുവശത്ത് നിന്നും. ഇങ്ങനെയൊക്കെ വളഞ്ഞ ഈ ചെയിനൊക്കെ വന്ന് കഴിയുമ്പോൾ പലർക്കും ഈ നമ്പറിങ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരും. അതൊഴിവാക്കാനായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ഒരു ഡയറക്ഷൻ എപ്പോഴും തന്നിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ താഴെയായിട്ട് നമ്പർ കൊടുക്കുക, മറുവശത്തു നിന്ന് നമ്പറിങ് ചെയ്യുമ്പോൾ മുകളിൽ മാത്രം കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ താഴെ നമ്പറിങ് ചെയ്ത് പോവാണേ. 1 2 3 4 5 6. ഇനി തിരിച്ചുള്ള നമ്പറിങ് വരുമ്പോൾ കാർബൺ ആറ്റത്തിന് മുകളിൽ കൊടുക്കാം. 2 3 4 5 6. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് വേണ്ടുന്നത് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചാണ്. അതായത് ശാഖയുടെ സ്ഥാനസംഖ്യ. ശാഖ വരുന്ന അല്ലെ പൊസിഷൻ ശാഖ എന്ന് പറയുമ്പം ഈ ഒരു ചെയിനുള്ളിൽ ഇല്ലാത്തത് അതിതാണ് CH3 ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബൺ ആറ്റത്തിന് 2 നമ്പർ വന്നിട്ടുണ്ട്. അതിലേതാണ് നമ്മൾ പരിഗണിക്കുക? 4 ഉണ്ട് 3 ഉണ്ട്. ലീസ്റ്റ് നമ്പറാണ് കൊടുക്കേണ്ടത്. ശാഖയുടെ സ്ഥാനസംഖ്യ അല്ലെങ്കിൽ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചായിട്ട് ലീസ്റ്റ് നമ്പർ കൊടുക്കണം. സോ ഇവിടെ വരുന്നത് 3 ആണ്. 3 കൊടുത്തു, ദെൻ ഹൈഫൻ. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ആൽക്കിൽ ഗ്രൂപ്പിൻ്റെ പേര്. ആൽക്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കാർബൺ ആറ്റത്തിനോട് ചേർന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ CH3 ആണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, CH3 വന്നാൽ മീഥൈൽ, CH2 CH3 ആണെങ്കിൽ ഈഥൈൽ. സോ ഇവിടെ മീഥൈലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം മീഥൈൽ. ദെൻ വേർഡ് റൂട്ട് വേണം അല്ലേ? വേർഡ് റൂട്ട് എന്ന് പറയുന്നത് മെയിൻ ചെയിനിൽ വരുന്ന കാർബൺ ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നമുക്ക് കണ്ടു 6 കാർബൺ ആറ്റമാണ് വന്നേക്കുന്നത്. നമ്മൾ പഠിച്ചു 6 കാർബൺ ആറ്റം വന്നാൽ വേർഡ് റൂട്ട് ഹെക്സ് ആണ്. ദെൻ സഫിക്സ് ഇവിടെ എയിൻ ആണ്. സോ 3 മീഥൈൽ ഹെക്സൈൻ. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത് 3 മീഥൈൽ ഹെക്സൈൻ. ഓക്കെ, ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഇത്തിരി ലാഗായി പോകും. 4th ക്വസ്റ്റ്യൻ നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH, ബ്രാഞ്ച് CH3, ദെൻ CH3. ഇവിടെ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഏതെടുത്താലും 3 എണ്ണമാണ് ലോങ്ങസ്റ്റ് ചെയിനായിട്ട് വരിക. നമ്മളതുകൊണ്ട് നേരെ കിടക്കുന്ന എടുക്കുന്നു. ശേഷം നമ്മൾ ഇരുവശത്തു നിന്ന് നമ്പറിങ് ചെയ്യുവാണ്. 1 2 3. ഇവിടെയും നമ്മൾ സെക്കൻഡ് വൺ ചെയ്ത പോലെ തന്നെ കണ്ടോ, ബ്രാഞ്ച് വരുന്ന കാർബണിന് 2 സെയിം നമ്പർ വന്നു. സോ നമുക്കവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആ കിട്ടിയ നമ്പർ എഴുതി വെക്കാം. 2 ഹൈഫൻ. വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഏതാ? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് CH3 വന്ന മീഥൈൽ. ഇപ്പോൾ ചെയ്ത് നമ്മളങ്ങ് പഠിക്കും. ഇത് പിന്നെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. 2 മീഥൈൽ. ദെൻ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്കനുസരിച്ചുള്ള പദമൂലം അഥവാ വേർഡ് റൂട്ട് 1 2 3. 3 കാർബൺ ആറ്റം വന്ന പ്രൊപ്പാണ്. സോ പ്രൊപ്പ് എഴുതി. സഫിക്സ് എപ്പോഴും എയിനാണ് ആൽക്കൈന് വരിക. സോ 2 മീഥൈൽ പ്രൊപ്പൈനാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ പേര്. 2 മീഥൈൽ പ്രൊപ്പൈൻ. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ വരുന്നത് CH3 CH2 CH CH2 CH3. ഇവിടെ ബ്രാഞ്ചായിട്ട്
CH2 CH3 വന്നു. ഓക്കെ, നമ്മൾ പഴയ പരിപാടി തന്നെ നോക്കുക. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഏതാണെന്ന് നോക്കുക. അപ്പം നമ്മൾ നേരെ നോക്കുമ്പോൾ മൊത്തം 5 കാർബൺ. ഇങ്ങനെ നോക്കിയാലും 1 2 3 4 5 കാർബൺ. ഇങ്ങനെ നോക്കിയാലും 1 2 3 4 5 കാർബൺ. അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷനൊന്നും ആക്കാൻ പോവണ്ട, നേരെയുള്ള ചെയിൻ എടുക്കുക. എങ്ങനെ എടുത്താലും 5 അല്ലേ ഉള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 5. 1 2 3 4 5. ഓക്കെ, ഇവിടെ നേരം ബ്രാഞ്ച് വരുന്ന ഏതാ? ആ മെയിൻ ചെയിനിൽ ഉൾപ്പെടാതെ നിൽക്കുന്നതാണ് ബ്രാഞ്ച്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ മീതയിലായിരുന്നു കണ്ടേ അല്ലേ? ഇപ്പോൾ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ശാഖയുടെ പൊസിഷൻ നമ്പർ എഴുതുവാണേ. ഇവിടുന്ന് നോക്കിയാൽ 3 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ അത് തന്നെ എഴുതുന്നു, 3 ഇനി ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്. ഇതുവരെ CH3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ CH2 CH3. സോ ഈതൈൽ. ദെൻ വേർഡ് റൂട്ട്, പദമൂലം. മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം വെച്ചിട്ട് പദമൂലം എഴുതണം. 5 വന്നാൽ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ചെയ്തതാണ്, പെൻഡ്. ദെൻ സഫിക്സ് എയിൻ, അതായത് കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത് 3-ഈതൈൽ പെൻഡെയിൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആ ഒരു എക്സാമ്പിൾ നോക്കുവാണേ. അടുത്തത് 6th ക്വസ്റ്റ്യൻ അല്ലേ? സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നു. CH3 CH2 CH ബ്രാഞ്ച് CH3 ദെൻ CH2 CH2 CH3. നമുക്ക് ഈസി ആയിട്ട് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏതാണ്? ഇത് തന്നെയാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ നമ്പറിങ് ചെയ്യുകയാണ്. ഇരുവശത്തു നിന്നും നമ്പറിങ് ചെയ്തു വരാം. 1 2 3 4 5 6. Then left to right to left 2 3 4 5 6. Okay, then find the least number of the branched carbon. The least number വരുന്ന 3 ഉണ്ട്, 4 ഉണ്ട്. സോ 3 ആണ് ലീസ്റ്റ് നമ്പർ. ദെൻ ഹൈഫൻ. സമയം കളയുന്നില്ല, നമ്മൾ ഗ്രൂപ്പ് നോക്കിയാൽ മനസ്സിലാകും. CH3 മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് മീതൈൽ. ദെൻ ഫൈൻഡ് ദി വേർഡ് റൂട്ട് ഫ്രം ദി മെയിൻ ചെയിൻ. ഇവിടെ മെയിൻ ചെയിൻ കണ്ടൈനിങ് 6 കാർബൺ ആറ്റംസ്. ദെൻ ഇറ്റ്സ് വേർഡ് റൂട്ട് ഈസ് ഹെക്സ്. ഓൾറെഡി ഒരു ക്വസ്റ്റ്യന് നമുക്കത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പിൻ പ്രത്യയ അഥവാ സഫിക്സ് ചേർക്കുന്നു, എയിന്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത് 3-methyl hexane. ആൻഡ് ദി സെവൻത് ക്വസ്റ്റ്യൻ വരുന്നത് CH3 CH2 CH എന്ന് ബ്രാഞ്ച് CH2 CH3 ദെൻ CH2 CH3. അപ്പം നമ്മൾ നോക്കുന്നു 1 2 3 4 5. ഇനി നമുക്ക് സെവൻത് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ CH3 CH2 CH2 CH3 ബ്രാഞ്ച് CH2 CH3. അപ്പം നമ്മൾ നേരെ ഉള്ളത് എടുക്കുക. അപ്പം 1 2 3 4 5 ഇങ്ങനെ എടുത്താലും 1 2 3 4 5 ഇങ്ങനെ എടുത്താലും 1 2 3 4 5. അപ്പം നമുക്ക് നേരെ കിടക്കുന്നത് തന്നെ മെയിൻ ചെയിനായിട്ട് എടുക്കുക. എല്ലാത്തിലും സെയിം നമ്പർ കാർബൺ വരുന്നതുകൊണ്ടേ. ശേഷം നമ്മൾ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുക. 1 2 3 4 5 ദെൻ 1 2 3 4 5. അപ്പം ഇവിടെ നമുക്ക് ബ്രാഞ്ചിഡ് കാർബണിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് നോക്കിയാൽ രണ്ടും സെയിം ആണ്, 3 ആണ്. സോ നമുക്ക് 3 തന്നെ എഴുതാം. ദെൻ ഹൈഫൻ, ഹൈഫൻ ഇടുക എന്നുള്ളതാണ്. ദെൻ നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്. ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്കറിയാം മെയിൻ ചെയിനിൽ ഉൾപ്പെടാതെ നിൽക്കുന്നതാണ് അതിൻ്റെ ബ്രാഞ്ച്. അവിടെ വന്നിരിക്കുന്നത് CH2 CH3 ആണ്. CH2 CH3 എന്ന് പറയുന്നത് ഈതൈൽ ഗ്രൂപ്പാണ്. സോ 3-ethyl. ദെൻ റൈറ്റ് ദി വേർഡ് റൂട്ട് ഓഫ് ദി മെയിൻ ചെയിനിൻ്റെ വേർഡ് റൂട്ട് വരുന്നത് 5 കാർബൺ ആറ്റംസ് വരുന്നത് കൊണ്ട് പെൻഡാണ് പദമൂലം വരിക. പെൻഡ് സഫിക്സ് എയിൻ വരുന്നു. സോ ദി
നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഈസ് 3-ethyl pentane. പെൻഡെയിൻ. ഓക്കെ, ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിക്കേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ വന്നിരിക്കുന്ന പ്രൊപ്പൈൽ ഗ്രൂപ്പാണ് അല്ലേ, CH2 CH3. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എടുക്കണമല്ലോ. അപ്പം അങ്ങനെ പരിഗണിച്ച് കഴിഞ്ഞാൽ നേരെയുള്ളതിൽ 5 കാർബണേ വരുന്നുള്ളൂ. അതേസമയം എന്താ ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂവേഷനിൽ പോവുകയാണെങ്കിൽ 6 കാർബൺ വരും അല്ലേ. അപ്പം നമ്മളെപ്പോഴും മെയിൻ ചെയിനായിട്ട് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത് വേണം എടുക്കാൻ. സോ നമുക്ക് ഇവിടെ ഈ ചെയിനാണ് മെയിൻ ചെയിനായിട്ട് വരിക. നോക്കാം, നമുക്ക് നമ്പറിങ് കൊടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളഞ്ഞും തിരിഞ്ഞും ഒക്കെ വരുമ്പം നമ്പറിങ്ങിലൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡയറക്ഷനിൽ എപ്പോഴും മുകളിലും ഒരു ഡയറക്ഷനിൽ എപ്പോഴും താഴെയും നമ്പർ ചെയ്യാതെ 1 2 3 4 5 6 then 1 2 3 4 5 6. ഇനി നമുക്ക് ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റം നോക്കാം. ബ്രാഞ്ച് ഇതാണ്, CH2 CH3. വരുന്ന കാർബൺ ആറ്റത്തിന് 3 ഉണ്ട് 4 ഉണ്ട്. സോ ലീസ്റ്റ് നമ്പർ ഈസ് 3. ദെൻ നമുക്ക് എന്തെഴുതാം, 3 എഴുതാം. 3 നോക്കിക്കേ, ബ്രാഞ്ചിൽ വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഈതൈലാണ്. സോ ഈതൈൽ. ദെൻ വേർഡ് റൂട്ട്, മെയിൻ ചെയിനിൻ്റെ വേർഡ് റൂട്ട് 6 കാർബൺ ആറ്റമുണ്ട്. ദെൻ വേർഡ് റൂട്ട് അഥവാ പദമൂലം ഹെക്സ് വരും. സഫിക്സ് എപ്പോഴും എയിൻ തന്നെ, അതായത് ആൽക്കെയിൻ ആയതുകൊണ്ടാണ് കേട്ടോ. ആൽക്കെയിനിൻ്റെ നോമൻക്ലേച്ചർ ആയതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ എയിൻ കൊടുക്കുന്നത്. ഇനി ആൽക്കീനും ആൽക്കൈനും ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കോമ്പൗണ്ടിൻ്റെ പേരെങ്ങനെ വന്നു, 3-ethyl hexane. ആൻഡ് ദി 9th വൺ, ഞാനിത് ഇച്ചിരി നീളമുള്ളൊരു ചെയിൻ എടുത്തതാണ്. ഇതെല്ലാം നമുക്ക് പരിചയം വേണമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരുപാട് ലോങ് ആയിട്ടുള്ള ചെയിൻ്റെയും കൂടെ എടുത്തേക്കുന്നത്. നോക്കാം, 1 2 3 4 5 6 7. ഇവിടുത്തെ ബ്രാഞ്ച് CH2 CH3 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നേരെ എടുത്താൽ 7 കാർബൺ ആറ്റം. ഇങ്ങനെ എടുത്ത് നോക്കാം, 3 4 5 6 7. ഇതും 7 വരുന്നുണ്ട്. ഇതെടുത്താൽ 5 വരുന്നുള്ളൂ. നമ്മളിപ്പം വളയാനൊന്നും പോകുന്നില്ല, നേരെ തന്നെ വരുന്ന ആ ഒരു ചെയിൻ ലോങ്ങസ്റ്റ് ചെയിനായിട്ട് എടുക്കുന്നു. ശേഷം നമ്മൾ ചടങ്ങനുസരിച്ച് നമ്പറിങ് ചെയ്യുകയാണ്. ഇരുവശത്തു നിന്നും നമ്പർ ചെയ്യുക. നിങ്ങൾ എക്സാമിനൊക്കെ ഇത് ചെയ്യുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും നമ്മൾ പരമാവധി ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് അല്ലേ. ആ ടൈമിൽ ഒരു പെൻസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്കവിടെ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കി ഒന്ന് മായ്ക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 7 കാർബൺ ആറ്റത്തിന് നമ്മൾ ഇരുവശത്തു നിന്ന് നമ്പറിങ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബ്രാഞ്ചിലെ ആൽക്കിൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബൺ ആറ്റം ഏതാണെന്ന്. അതാ ഈ CH ഗ്രൂപ്പാണ്. അതിന് നമ്പർ ലഭിച്ചിരിക്കുന്ന 3 ഉണ്ട് 5 ഉണ്ട്. നമ്മൾ പരിഗണിക്കേണ്ടത് ലീസ്റ്റ് നമ്പർ 3. 3യിൽ വന്നിരിക്കുന്ന ആൽക്കിൽ ഗ്രൂപ്പ് CH2 CH3 വന്നാൽ ഏതാണ്, ഈതൈൽ. നിങ്ങൾക്കിപ്പോൾ ഈതയിലും മീതയിലും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഇതിൽ പൊതുവേ ഈതയിലും മീതയിലും മാത്രമേ വരാറുള്ളൂ. ഓക്കെ, 3-ethyl. ദെൻ മെയിൻ ചെയിനിൽ വരുന്ന വേർഡ് റൂട്ട് പദമൂലം 7 വന്നേക്കുന്നത്. ഇതുവരെ നമ്മൾ അങ്ങനത്തെ ചെയ്തില്ല. ഹെപ്റ്റാണ് അതിൻ്റെ വരുന്നത്. ദെൻ സഫിക്സ് വരുന്നത് എയിൻ. അതായത് കോമ്പൗണ്ടിൻ്റെ പേര് 3-ethyl heptane. കോമ്പൗണ്ടിൻ്റെ പേര്. ആൻഡ് ലാസ്റ്റ് വൺ, നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് കോമ്പൗണ്ട് ഇതാണ്, CH3 CH2 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 CH CH3 CH3. ഓക്കെ, നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ വളയാനും ചുറ്റാനും ഒന്നുമില്ല, നേരെ കിടപ്പുണ്ട് ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ. നമ്മൾ ചെയ്യുന്നു 1 2 3 4 5 6 7. തിരിച്ചും നമ്പറിങ് ചെയ്യുന്നേ. ഓക്കെ, ബ്രാഞ്ചുള്ള കാർബൺ ഇത്. ഈ കാർബണിന് കിട്ടിയിരിക്കുന്ന നമ്പർ
6 ഉണ്ട്, 2 ഉണ്ട്. വിച്ച് ഈസ് ദി ലീസ്റ്റ് നമ്പർ? 2 ഈസ് ദി ലീസ്റ്റ് നമ്പർ. സോ നമ്മൾ 2 എഴുതുന്നു, പൊസിഷൻ നമ്പർ, ഹൈഫൻ ഇടുന്നു. ബ്രാഞ്ചിൽ വന്നിരിക്കുന്നത് CH3 ആണ്. CH3 എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? മീത്തൈലാണ്. ദെൻ നമ്പർ അനുസരിച്ച് അതിൻ്റെ വേർഡ് റൂട്ട് കൊടുക്കുന്നു. മെയിൻ ചെയിൻ കണ്ടെയ്നിങ് 7 കാർബൺ ആറ്റംസ്. സോ ഇറ്റ്സ് വേർഡ് റൂട്ട് ഈസ് ഹെപ്റ്റ്. ദെൻ ഹെപ്റ്റ് എഴുതുന്നു. ആഫ്റ്റർ ദാറ്റ് റൈറ്റ് സഫിക്സ് മീൻസ് പിൻപ്രത്യയം, അതിവിടെ എയിനാണ്. സോ ദ കോമ്പൗണ്ട് ഈസ് 2-methyl heptane. ഓക്കെ, നമ്മൾ ഇവിടെ നോമെൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് 1 ബ്രാഞ്ച്, ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണമാണ് കണ്ടത്. റൂൾസൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൻ്റെ ലിങ്ക്. ഇപ്പോൾ ഇവിടെ നമ്മൾ അത് വെച്ചിട്ടുള്ള മാക്സിമം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഡൗട്ടുള്ളത് കമൻറ്റിൽ ചോദിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്